മലയാളിക്ക് ഓണം ആഘോഷിക്കാൻ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പൂവും പച്ചക്കറിയും എത്തണമെന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അങ്ങനെ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങാത്ത സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ഓണത്തിന് വേണ്ട പൂവും പച്ചക്കറിയും സ്വന്തമായി കൃഷി ചെയ്ത് തൊടുപുഴ ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ കൃഷിക്കൂട്ടം കൂട്ടായ്മ. ഉടുമ്പന്നൂരുകാർക്ക് ഓണത്തിന് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറി വണ്ടിക്ക് കൈകാണിക്കേണ്ട. സദ്യയ്ക്ക് വേണ്ട പച്ചക്കറികളെല്ലാം വിളവെടുത്തു തുടങ്ങി. മാവേലി മന്നനെ വരവേൽക്കാൻ പൂക്കളത്തിനായുള്ള പൂക്കളും തയ്യാറാണ്. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി 16 ഏക്കർ സ്ഥലത്താണ് പച്ചക്കറി കൃഷി. 2 ഏക്കർ സ്ഥലത്ത് പൂക്കൃഷിയുമുണ്ട്. നാട്ടുകാർക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറിയും പൂവും ഓണച്ചന്തകൾ വഴി വിപണനം നടത്തും. ഓരോ വാർഡിലും ആളുകളെ 5 മുതൽ 11 വരെയുള്ള ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിക്കുകയും ഒരു വാർഡിൽ ഒരു പച്ചക്കറി എന്ന രൂപത്തിൽ ആശയം മുൻപോട്ട് വെച്ചുകൊണ്ട് വിളവ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭം കുറിക്കുകയും ചെയ്തു. 16 വാർഡുകളിലായി കൂർക്ക മുതൽ കാവേജ്, ബീൻസ്, വെള്ളരി, കണിവെള്ളരി, പയർ, അങ്ങനെ വിവിധ ഇനങ്ങളാണ് ഓരോ വാർഡിലും കൃഷി ചെയ്തത്. ഇവിടെ കൃഷി ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും പച്ചക്കറികൾ ഗ്രാമപഞ്ചായത്ത് ശേഖരിച്ച് വിവിധ മേഖലകളിൽ വിതരണം ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ നമ്മൾ വിപണന കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ 16 വാർഡുകളിൽ വ്യത്യസ്തമായ പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്. ഒരേ ഉൽപ്പന്നം തന്നെ അധികമായി വരാതിരിക്കാനും എല്ലാത്തരം പച്ചക്കറികളും ലഭിക്കാനും ഇത് സഹായിക്കും. കൃഷിഭവൻ വഴി ഹൈബ്രിഡ് വിത്തുകളാണ് കർഷകർക്ക് വിതരണം ചെയ്യുന്നത്. കൃഷിക്കൂട്ടങ്ങൾ എന്ന പേരിൽ ഓരോ വാർഡിലുമുള്ള കൂട്ടായ്മകളാണ് മേൽനോട്ടം. ഉടുമ്പന്നൂരുകാർക്ക് ഓണം ആഘോഷിക്കാൻ ഒരു കുമ്പിൾ നിറയെ പൂവും ഒരു മുറം നിറയെ പച്ചക്കറിയുമുണ്ട്. ഇതെല്ലാം സ്വന്തം മണ്ണിൽ വിളയിച്ചെടുത്തതാണ്. പൂ വാങ്ങാനോ പച്ചക്കറി വാങ്ങുവാനോ തൊട്ടടുത്ത നഗരമായ തൊടുപുഴയിലേക്ക് പോലും പോകേണ്ട ആവശ്യമില്ല. MD അധീഷിനൊപ്പം എബിൻ ജോസ്, 24 തൊടുപുഴ.